ഇത് പുലർച്ചെ 4 മണിയാട്ടോ. ഈ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി ബസ്സിൽ എങ്ങോട്ടേക്കാന്നല്ലേ? ഞങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഹോട്ട് എയർ ബലൂൺ റൈഡ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. സോ ഞങ്ങൾ അതിരാവിലെ എണീറ്റ് ഏർലി മോർണിംഗ് സൺറൈസ് ഹോട്ട് എയർ ബലൂണിൽ കാണാൻ വേണ്ടിയിട്ട് പോകണ കാഴ്ചയാണ് കേട്ടോ ഈ കാണണേ. ഞങ്ങൾ ഓൾറെഡി ഒരു ടൂർ കമ്പനി ബുക്ക് ചെയ്തിരുന്നു. അവർ നമ്മൾ രാവിലെ ഈ പിക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മളെ ഹോട്ട് എയർ ബലൂൺ ലോഞ്ചിലോട്ട്. നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവും രാവിലെ ആവുന്നേ ഉള്ളൂ. ഹോട്ട് എയർ ബലൂൺ ലോഞ്ച് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ആട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഇത് തുടങ്ങിയാലാണ് നേരെ റൈസ് ആകുമ്പോൾ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി തുടങ്ങണ മുന്നേ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഹലോ ലവേഴ്സ്, ഹൗ ആർ യു? എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹോട്ട് എയർ ബലൂൺ കയറാനുള്ള ത്രില്ലിലാട്ടോ. ഏതാണ്ട് നമ്മുടെ ടൂർ കമ്പനി നമ്മളെ എല്ലാ ഗ്രൂപ്പിനെയും പിക്ക് ചെയ്ത് ഹോട്ട് എയർ ലോഞ്ചിലോട്ട് എത്തിയപ്പോഴേക്കും ഏതാണ്ട് ഒരു 6 മണി ആയിട്ടോ. നമ്മൾ ബുക്ക് ചെയ്ത ടൂർ കമ്പനിയിൽ ബ്രേക്ക്ഫാസ്റ്റ്, സർട്ടിഫിക്കറ്റ്, ആഫ്റ്റർ പാർട്ടി എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചിലതൊക്കെ ഇപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചിലതൊക്കെ പൊങ്ങി തുടങ്ങി. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ കുഞ്ഞൊരു ബലൂൺ പോലെയല്ലേ കാണുന്നത്, ബട്ട് ഇത് ഭയങ്കര വലിയ ബലൂണായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് നേരിട്ട് കാണുന്നത്. ആൻഡ് വി ബോത്ത് വെർ സോ എക്സൈറ്റഡ് ഫോർ അവർ ജേർണി. രാവിലെ തന്നെ ആയതുകൊണ്ടാണ് കുറച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഹുഡി എടുത്തിട്ടുണ്ടായി. മിക്കവരും ജാക്കറ്റായിരുന്നു ഇട്ടിരുന്നത്. ഈ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വലിയ വാനും ഹോട്ട് എയർ ബലൂൺ തമ്മിലുള്ള സൈസിൻ്റെ ഡിഫറൻസ്. അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട് കേട്ടോ അതിന്. വെതർ അനുസരിച്ചിരിക്കും ഹോട്ട് എയർ ബലൂൺ പറക്കണോ വേണ്ടിയോ എന്ന് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോ പറഞ്ഞാൽ പിന്നെ ഒരു ഹോട്ട് എയർ ബലൂണും അന്ന് പിന്നെ പറക്കില്ല. പിന്നെ പിറ്റേ ദിവസം നമ്മൾ നോക്കേണ്ടി വരും. ഇവർ ആദ്യം ഈ ഹോട്ട് എയർ ബലൂണിലോട്ട് ഈ ഫാൻ വെച്ച് തണുത്ത കാറ്റ് കയറ്റിയിട്ട് പിന്നീട് ചൂട് കാറ്റ് കയറ്റുവാണ്. അപ്പോൾ ആ പ്രഷർ ബിൽഡ് ചെയ്യും. പിന്നെ ഇവർ ആൾക്കാർ ഓരോരുത്തരെ ആയിട്ട് കയറ്റും. അതിലോട്ട് കയറാൻ വേണ്ടിയിട്ടൊരു സ്റ്റൂളൊക്കെ വെച്ച് തരും, കാരണം ഭയങ്കര ഹൈറ്റാട്ടോ അതിന്. ടൂർ കമ്പനിയുടെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ. അതനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അവർ നമ്മുടെ പേര് വിളിക്കുന്നത്. മാക്സിമം ഒരു ഹോട്ട് എയർ ബലൂണിൽ 8 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനകത്ത് നമുക്ക് മാക്സിമം ഒരു 30-32 പേരെ കയറ്റാൻ പറ്റും. ഞങ്ങൾ കയറിയ ഹോട്ട് എയർ ബലൂണിൽ മാക്സിമം 28 പേരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ആയിട്ടും ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്യാം. അതിന് നമുക്ക് ഭയങ്കര ക്യാഷ് ആവും. ഇതാവുമ്പോൾ ഷെയർഡ് ആയതുകൊണ്ട് മാക്സിമം ഒരാൾക്ക് $300 ആവുള്ളൂ കേട്ടോ. പിന്നെ ഇത് ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം കുറേ ടൂർ കമ്പനിയിൽ നോക്കണം. കാരണം ഞാൻ ഒത്തിരി ടൂർ കമ്പനി നോക്കിയപ്പോൾ ചിലപ്പോൾ $500, $600 പെർ പേഴ്സൺ ആയിരുന്നു. അങ്ങനെ കുറേ നോക്കിയിട്ടാട്ടോ $300 ഒക്കെ എനിക്ക് കിട്ടിയത്. ഹോട്ട് എയർ ബലൂൺ മാത്രം കേട്ടോ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് കുറച്ചും കൂടി ബാർഗെയിൻ ചെയ്തിട്ട് ബുക്ക് ചെയ്യാം. ഞങ്ങൾക്കത് റിസ്ക് എടുക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ടൂർ കമ്പനി വഴി നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. അവിടെ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ ടൂർ കമ്പനി ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് എല്ലായിടത്തും സംസാരിച്ച് നല്ല റേറ്റ് കിട്ടിയിട്ട് ബുക്ക് ചെയ്യാം. ഇതിനേക്കാളും ചിലപ്പോൾ കുറവ് റേറ്റിൽ കിട്ടിയേക്കാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ ടോപ്പ് ഓഫ് ദ വേൾഡിലെത്തി. ഹോട്ട് എയർ ബലൂണിലാട്ടോ ഈ വ്യൂ ഒക്കെ കാണുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് സൺറൈസ് ആവാൻ തുടങ്ങുവാണിപ്പോൾ. ഈ ഹോട്ട് എയർ ബലൂൺ നമ്മൾ ഫെയറി, ചിമ്മിനീസ്, ലവ് വാലി അങ്ങനെ ഇഷ്ടംപോലെ വാലിയുടെ മുകളിലും താഴെ കൂടി ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. വേറൊരു വാലി കൂടി ഉണ്ട്, സെക്കൻഡ് വാലി. അവിടേക്ക് പോവുകയാണെങ്കിൽ വ്യൂ ഒന്നും അത്ര ഉണ്ടാവില്ല, ജസ്റ്റ് പ്ലെയിൻ സൈറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഭയങ്കര കുറവാണ്. അവിടെ ഒരു $100 പെർ ഹോട്ട് എയർ ബലൂൺ പെർ പേഴ്സൺ കിട്ടുമായിരുന്നു കേട്ടോ. എനിക്കെന്ന് വെച്ചാൽ ഹൈറ്റ് ഭയങ്കര പേടിയുള്ള ആളാട്ടോ. പക്ഷേ ഇങ്ങനത്തെ എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും ഞാനായിരിക്കും ഫസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പോകുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഹോട്ട് എയർ ബലൂണിൽ എനിക്ക് ആദ്യം ഭയങ്കരമായിട്ട് ഹൈറ്റിൽ പൊങ്ങിയപ്പോൾ എനിക്ക് തല കറങ്ങണ പോലെ ഫീലായി. ഞാനങ്ങ് സൈഡിൽ ഇരുന്ന് പോയിട്ടോ. ഹെൽദോൻ അന്നേരം കളിയാക്കാൻ തുടങ്ങി, അയ്യ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് ഇങ്ങനെ പേടിയുണ്ടോയെന്ന്. മറ്റേ പണ്ട് വീടൊക്കെ പണിയുമ്പോൾ നമ്മുടെ സ്റ്റെയർ കേസിൽ റെയിലിങ്സ് വയ്ക്കില്ല, ആ ടൈം ആയിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങാനും സ്റ്റെയറിൽ കയറണമെങ്കിൽ ഞാനിങ്ങനെ കൈയും കുത്തി പിടിച്ചായിരിക്കും കയറുക. പിന്നെ ഇറങ്ങാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. എനിക്ക് തലയൊക്കെ കറങ്ങും. എനിക്ക് അത്രയ്ക്കും പേടിയാണ് എനിക്ക്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇത്രയും ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത്രയും ധൈര്യമില്ല. ഏതാണ്ട് എനിക്ക് താഴെ നോക്കിയാൽ അങ്ങ് തല കറങ്ങും. അപ്പോൾ മാക്സിമം ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്ത് ഞാൻ ബാക്കിയെല്ലാം അങ്ങ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് തല ഒന്ന് കറങ്ങണം എന്നാവുമ്പോൾ ഞാനൊന്ന് സൈഡിലൊന്നിരിക്കും, പിന്നെ അങ്ങ് നിൽക്കും. അതായിരുന്നു കേട്ടോ എൻ്റെ പരിപാടി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്തൊക്കെ ഫീൽ ചെയ്താലും ഞാൻ എക്സ്പീരിയൻസ് ഒരു കാരണം കൊണ്ട് ഞാൻ മിസ് ഔട്ട് ചെയ്യില്ലായിരുന്നു കേട്ടോ.
പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചു എങ്ങനെയാണ് ഈ കോർണർ സീറ്റ് കിട്ടുകയെന്ന്. കോർണർ സീറ്റ് അത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കോർണർ വേണമെന്ന് പറഞ്ഞാലും പറ്റില്ല. അത് ഓൾറെഡി ഡിസൈഡ് ചെയ്തെടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും പറ്റില്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഗൊരോമെ ടൗൺ ആട്ടോ. അതിനകത്ത് മെയിനായിട്ട് കേവ് ഹോട്ടൽ, അതിനകത്ത് ടൂറിസ്റ്റാണ് മെയിൻ. അപ്പോൾ അവർക്കും കൂടി കാണാനും അവർക്കൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൊണ്ടുവരാനായിട്ടാണ് ഇവിടെ കുറച്ച് നേരം വന്ന് ഇവരുടെ താഴെ കൂടെ അങ്ങ് പാസ് ചെയ്ത് അവർക്ക് ഫോട്ടോ എടുക്കാനും ഈ ബലൂണിനെ കുറിച്ച് അവർ അറിയാൻ വേണ്ടിയിട്ടുമാണ് ഇത് മെയിനായിട്ട് ഇങ്ങനെ കുറച്ചും കൂടി ടൈം ഇവിടേക്ക് സ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ ഈ ടൂർ ഗൈഡ് ഗെറ്റ് ടു ഗൈഡ് അങ്ങനെ എന്തോ ഒരു വെബ്സൈറ്റിലാട്ടോ ഞാൻ ചെയ്തത്. വിയേറ്റർ ആയിരുന്നു ആദ്യം ബുക്ക് ചെയ്തത്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഗെറ്റ് ടു ഗൈഡിൽ എന്തോ ഒരു ഡിസ്കൗണ്ട് വന്നു. നല്ലൊരു ഡിസ്കൗണ്ട് ആയിരുന്നു. ഏതാണ്ട് ഒരു $200 കുറച്ച് കിട്ടി. അപ്പോൾ ഞാൻ വേഗം അത് ബുക്ക് ചെയ്തതാട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാ വെബ്സൈറ്റും ചെക്ക് ചെയ്യണം. ഏറ്റവും കൂടുതൽ ഏതാണോ വില കുറവ് അത് ചെക്ക് ചെയ്യണം. പക്ഷേ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കണം കേട്ടോ. കാരണം ചില ബുക്കിംഗ് ടൂറൊക്കെ നമുക്ക് $50 തരും എന്ന് പറയും. പക്ഷെ നമ്മൾ പിന്നീട് പോയി നോക്കുമ്പോഴായിരിക്കും അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു $1000 ആവും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സ്കാമിൽ പോയി പെടാതെ നോക്കുക. എനിക്ക് തോന്നുന്നത് ഈ കപ്പഡോഷ്യയിൽ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഈ ഹോട്ട് എയർ ബലൂൺ റൈഡ് എടുക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു ഹൈപ്പ് എന്ന് വെച്ചാൽ അത് വർത്തിറ്റുമാണ്. ആ ഹൈപ്പിനുള്ളതും കൂടി ഉണ്ട്. പിന്നെ മാക്സിമം 1 hour റൈഡാട്ടോ. പിക്കപ്പും എല്ലാം കൂടിയിട്ട് 3 hours എടുക്കും. പക്ഷെ മാക്സിമം ഇത് 1 hour റൈഡാണ് നമുക്ക് ഹോട്ട് എയർ ബലൂണിൻ്റെ ഉള്ളിൽ. ഞങ്ങൾക്ക് ഫെയറി ചിമ്മനി കാണണമെന്ന് മസ്റ്റ് ആയതുകൊണ്ടാട്ടോ ഈ വ്യൂ തന്നെ ബുക്ക് ചെയ്തത്. അങ്ങനെ ഫൈനലി ഹോട്ട് എയർ ബലൂണിൽ സൺറൈസ് കാണാൻ പറ്റി. ഇത് ഫുൾ ബലൂണും ആ ഒരു വ്യൂവും ചിമ്മനീസ് താഴെ കൂടെ എല്ലാം ഇങ്ങനെ ഹോൾ ഏരിയയിൽ ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത് ഭയങ്കര ഒരു അപൂർവ കാഴ്ചയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ തീൻ്റെ ശബ്ദമൊക്കെ കേൾക്കാനും ഭയങ്കര നിശബ്ദതയും പുലർച്ചയുടെ ഒരു ഫീലിങ്ങും ആ ഒരു വൈബൊക്കെ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആട്ടോ. ഇത് ഒരിക്കലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുതേ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവർ ഇടയ്ക്ക് താഴത്തോട്ട്, അതെനിക്കറിയില്ലായിരുന്നു, ഹോട്ട് എയർ ബലൂണ് ചിലപ്പം താഴെയൊന്നും തൊട്ടില്ല എന്നുള്ള രീതിയിൽ അവർ വരും. പിന്നെ അതേപോലെ മേളിലോട്ടും എടുക്കും. അവരിടയ്ക്ക് ആളുള്ള ഒരു പോപ്പുലേറ്റഡ് ഏരിയ ആണെങ്കിൽ അവിടെ അവർക്ക് പിക്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോട്ട് എയർ ബലൂണ് താഴെയൊക്കെ കൊണ്ടുവരും കേട്ടോ. സീരിയസ്ലി ഇറ്റ് വാസ് ജസ്റ്റ് ബ്രെത്ത് ടേക്കിംഗ് അമേസിങ് ടു വാച്ച് ദിസ് വ്യൂ. കാരണം ആകാശം നോക്കുമ്പോൾ ഇറ്റ്സ് ഫുൾ ഓഫ് ബലൂൺ. അത് ഭയങ്കര കിട്ടില്ല വ്യൂ ആട്ടോ. ഈ ക്യാമറയിലൂടെ അത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ നേരിട്ട് കാണുമ്പോൾ എൻ്റെ പൊന്നോ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളൊരു വേറൊരു ലോകത്താന്ന് തന്നെ പറയാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ചില ബലൂൺ താഴോട്ട് അങ്ങ് എത്തിക്കും, ചില ബലൂൺ മേളിലോട്ട് മാക്സിമം ഹൈറ്റ്. അത് എല്ലാ ബലൂണും അങ്ങനെ തന്നെയാണ് കേട്ടോ. മാക്സിമം ഹൈറ്റിലോട്ട് ഒന്ന് എത്തിച്ചിട്ട് താഴോട്ട് വന്ന് ചെറുതേനെ ഒന്ന് തൊട്ടിട്ട് എല്ലാം ഒന്ന് നേരിട്ടൊന്ന് കണ്ടു എല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് പോകട്ടോ. പിന്നെ അത്യാവശ്യം ഒന്ന് സൺറൈസ് ആയപ്പോൾ പിന്നെ ഹോട്ട് എയറിൻ്റെ മേളിൽ ഫയറും കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നല്ല ചൂടും കൂടി എടുക്കുന്നുണ്ടായിരുന്നു. അത്രയും തണുപ്പ് നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാം ഓരോന്നും എല്ലാ കാഴ്ചകളും കാണാൻ പറ്റി. എല്ലാ ബലൂണും എല്ലാ ഒരു വ്യൂ പാത്ത് എന്താ പറയുക, നമുക്ക് ഹോൾ എല്ലാം കവർ ചെയ്തു പോലെയായി ഹോൾ കപ്പഡോഷ്യ. ഇത് ഡെഫിനറ്റ്ലി വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിലും വർത്തിട്ടാണ്. ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ ഇത് എന്താണെങ്കിലും ട്രൈ ചെയ്യണം, മിസ് ചെയ്യരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെതർ ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 1 day മാത്രം നിങ്ങൾ വരുവാണെങ്കിൽ ചൂസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അന്ന് ഫ്ലൈ ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും അവർ നിങ്ങളെ ഷെഡ്യൂൾ ചെയ്യുക, അല്ലെങ്കിൽ റീഫണ്ട് തരും. അപ്പോൾ 2 days കപ്പഡോഷ്യയിൽ സ്റ്റേ ചെയ്യണതായിരിക്കും ഒരു ബെറ്റർ ഐഡിയ. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ തരും. ചിലപ്പോൾ സോഗോൺ വാലിയിൽ അത്രയും വെതർ ഫോർകാസ്റ്റിംഗ് ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞ പോലെ പ്ലെയിൻ സൈറ്റ് ആയിരിക്കും, ഒന്നും വ്യൂ കാണാനുണ്ടാവില്ല. പക്ഷേ ഹോട്ട് എയർ ബലൂണിൽ കയറിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മളെ ഇവർ പിക്ക് ചെയ്യുന്ന സ്ഥലത്തല്ല കേട്ടോ നമ്മളെ ഇവർ ലാൻഡ് ചെയ്യിക്കുന്നത് ടോട്ടലി വേറൊരു ഡിഫറെൻറ്റ് സ്ഥലത്താണ്. പക്ഷേ ഇവിടെ പിക്കപ്പും ഡ്രോപ്പ് ഓഫും ഉള്ളതുകൊണ്ട് അവർ നമ്മൾ റൂമിലോട്ട് പിക്കപ്പും ഡ്രോപ്പ് ഓഫും ചെയ്തോളും. ഇതിപ്പോൾ കാണുന്ന ലാൻഡിങ് ആട്ടോ, സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ക ലാൻഡിങ് ചെയ്തു. എംപ്ലോയീസ് എല്ലാം ബാസ്ക്കറ്റിനെ പിടിച്ചു. ഇതിപ്പോൾ കാണുന്ന ഷാമ്പെയിൻ പാർട്ടിയുടെ ഒരുക്കാട്ടോ. കാരണം ഇതൊരു സക്സസ്ഫുൾ ലോഞ്ച് ആയതുകൊണ്ടും ഫൈനലി നമുക്ക് അവർ സ്നാക്സും ഷാമ്പെയിൻ പാർട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇൻക്ലൂഡഡ് ആയിട്ടാട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് അതില്ലാതെയും ബുക്ക് ചെയ്യാം, അത് കുറച്ചും കൂടി ഇൻഎക്സ്പെൻസീവാണ്.
കണ്ടോ, ഹോട്ട് എയർ ബലൂൺ ഇപ്പോൾ അവർ മാക്സിമം ചുരുക്കി അത് മടക്കി വെച്ച് നാളത്തേലോട്ടുള്ള ലോഞ്ചിലോട്ട് എടുത്തു വയ്ക്കാനുള്ള പ്രിപ്പറേഷൻ ആട്ടോ. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർ കമ്പനി ആയിരുന്നു. ഞാൻ ആർക്കെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ദേ ഡിഡ് ആൻ അമേസിങ് ജോബ്. ഫ്രം ലൈക്ക് പിക്കപ്പ് ടു ഡ്രോപ്പ് ഓഫ് അവരെല്ലാം വെൽ സെറ്റിൽഡ്, വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ വെൽ ഓൺ ടോപ്പ് നോച്ച് ആയിരുന്നു, ഒന്നും പറയാനില്ലായിരുന്നു. 1783, one duck, one chicken and one sheep. And when they land, thanks God for saving our lives, then open a bottle of champagne. It becomes a tradition. Now we will celebrate that we are still alive. The best reason for drinking champagne in the morning. My breakfast was last 15 years, one bottle of champagne with customers. I have been flying 15 years and 2000 hours commercial flight. We are survived today again. അപ്പോൾ I hope you guys enjoyed my hot air balloon ride video. I hope to see you guys soon. Bye.